ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കത്ത് തയ്യാറാക്കിയാലോ? ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ സ്കൂളിലെ വാർഷിക ആഘോഷത്തിന് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കുക എന്നതാണ്. കത്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ഥലം, തീയതി, അതിനുശേഷം സംബോധന, പിന്നെ ഉള്ളടക്കം, അവസാനം ആരാണ് കത്തെഴുതുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായി കത്തിൽ സൂചിപ്പിക്കുന്നത്. നമുക്കൊരു കത്ത് കേൾക്കാം. കുറ്റിപ്പുഴ 23/3/2026. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടന്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ കത്ത് എഴുതുന്നത് ഏട്ടനെ ഒരു പ്രത്യേക കാര്യം അറിയിക്കുവാനാണ്. ഈ മാസം 27-ാം തീയതി എൻ്റെ സ്കൂളിലെ വാർഷികമാണ്. ചവിട്ടുനാടകം, നൃത്തം, ദഫ്മുട്ട്, മിമിക്രി, ഒപ്പന തുടങ്ങി നിരവധി പരിപാടികൾ ഉണ്ട്. ഞാൻ തിരുവാതിരയ്ക്കാണ് ചേർന്നിട്ടുള്ളത്. ചേട്ടനും കൂടി വാർഷികത്തിന് വരികയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. കൂടാതെ സ്കൂളിൽ എത്തുന്ന എല്ലാവർക്കും ബിരിയാണി കഴിക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണല്ലോ. വാർഷിക പരിപാടിയുടെ ഇടയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. വാർഷികത്തിൻ്റെ തലേ ദിവസം അച്ഛനെയും അമ്മയും കൂട്ടി ഉണ്ണിയേട്ടൻ വരണം. ഞാൻ അച്ഛനോടും അമ്മയോടും എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ വരുമെന്ന പ്രതീക്ഷയോടെ കത്ത് നിർത്തുകയാണ് എന്ന് സ്നേഹത്തോടെ മിന്നുമോൾ. ആർക്കാണോ കത്ത് കിട്ടേണ്ടത് അവരുടെ മേൽവിലാസം അല്ലെങ്കിൽ അഡ്രസ്സാണ് ഇവിടെ എഴുതേണ്ടത്. ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോഴും ഫ്രണ്ട്ലി ലെറ്റർ എഴുതുമ്പോഴും കുറച്ച് വ്യത്യാസങ്ങൾ കത്തിന് ഉണ്ടായിരിക്കും. ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.